തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്കിനോട് വിശദീകരണം തേടി ജില്ലാ കളക്ടർ. തോമസ് ഐസക് സർക്കാർ സംവിധാനങ്ങളെ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നുവെന്ന UDFന്റെ പരാതിയിലാണ് നടപടി. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ്. ശ്രീജിത്തെ, ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ വളരെ വ്യക്തമാണ് സർക്കാർ സംവിധാനങ്ങൾ ഒരു തരത്തിലും പ്രചാരണത്തിനായി ഒരു സ്ഥാനാർത്ഥിയും ഉപയോഗിക്കരുതെന്ന്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കുടുംബശ്രീ അംഗങ്ങളെ ഈ പ്രചാരണത്തിന് ഉപയോഗിക്കാനുള്ള ശ്രമം നടന്നു എന്നൊരു പരാതി വരുന്നു. ഇപ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? കുടുംബശ്രീ അംഗങ്ങൾ മാത്രമല്ല ക്രിസ്റ്റീന, അതിലെടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരാതി വിദ്യാഭ്യാസ വകുപ്പിന്റെ കോഴഞ്ചേരിയിലെ ഒരു യോഗം കഴിഞ്ഞ് അധ്യാപകരും വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരുമൊക്കെയുള്ള ഒരു യോഗം കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് അവിടെ അതിനുശേഷം ആ ബാനർ മാറ്റിക്കൊണ്ട് തോമസ് ഐസക്കിനെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ UDF പരാതിയായി ഉന്നയിച്ചിരിക്കുന്നത്. UDFന്റെ ജില്ലാ കൺവീനർ തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുഖ്യ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായ നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് UDF ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാർ സംവിധാനം, അതായത് വിദ്യാഭ്യാസ വകുപ്പ് വിളിച്ചു ചേർത്ത യോഗമാണ്. അവിടേക്കാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി ആ ബോർഡ് മാറ്റി, ആ യോഗം കഴിഞ്ഞ് ആ ബോർഡ് മാറ്റി സ്ഥാനാർത്ഥി എത്തുന്നത്. അതിനുശേഷം വോട്ട് ചോദിക്കലും തെരഞ്ഞെടുപ്പ് പ്രചാരണവും തന്നെയാണ് നടക്കുന്നത് എന്നാണ് UDFന്റെ പരാതി. എന്തായാലും LDF ഇത് പൂർണ്ണമായി തള്ളുകയാണ്, വിശദീകരണം നൽകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പരാതി ഇത്തരത്തിൽ ജില്ലാ കളക്ടർ തള്ളിയാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒക്കെ തന്നെ സമീപിക്കാനാണ് ഈ ഒരു ഘട്ടത്തിൽ തീരുമാനമായിട്ടുള്ളത്. ഇത് കൂടാതെ സർക്കാർ സംവിധാനം KDISC എന്ന സർക്കാരിൻ്റെ സംവിധാനത്തിലെ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ച് തോമസ് ഐസക് ഇത്തരത്തിൽ ജോബ് ഫെസ്റ്റുകൾ നടത്തുന്നു എന്ന ആക്ഷേപവും ഇതിനകം തന്നെ UDF ഉന്നയിച്ചു കഴിഞ്ഞു. പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് രംഗം കൊഴുക്കുമ്പോൾ ആദ്യ പരാതി തോമസ് ഐസക്കിനെതിരെ വന്നിരിക്കുന്നു. ആ പരാതിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയുള്ള ജില്ലാ കളക്ടർ ഇപ്പോൾ ഐസക്കിനോട് വിശദീകരണം തേടിയിരിക്കുന്നത്. ഒരാഴ്ചക്കകം വിശദീകരണം നൽകാനാണ് തീരുമാനം. ശരി, തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൽ ഡോക്ടർ TM തോമസ് ഐസക്കിനെതിരെ പരാതി ഇലക്ഷൻ കമ്മീഷൻ വിശദീകരണം തേടി. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.